സ്റ്റാൻഡ് കൂടി ഇപ്പോഴാണ് പ്രയോജനമുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു അല്ല രണ്ടാം തീയതി ഒരു ഡിന്നർ ഡേറ്റിനായിട്ട് ഞങ്ങൾ ദുബൈയിൽ ഫെസ്റ്റിവൽ സിറ്റി പോയി. ഈ അൽസഫാദി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റ് ഇത് പുതിയതായിട്ട് ഓപ്പൺ ചെയ്തതാണ്. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു പോയതാണ്. അതിൻ്റെ കുറച്ച് വിഷ്വൽസ് കൂടിയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ ട്രൈ ചെയ്യുന്നത്. ഫുഡ് നമ്മളൊരു മിക്സഡ് ഷാർമ പ്ലേറ്റിൽ, അതായത് മീറ്റ് ആൻഡ് ചിക്കനും ഒരു ഹാഫ് ഗ്രിൽഡുമാണ് ഓർഡർ ചെയ്തത്. എല്ലാ ബർത്ത്ഡേക്കും ചേട്ടൻ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് ഇത് 3 വർഷമായിട്ട് എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. ഞാൻ എന്തെങ്കിലും ഇമോഷണലി പറയാറുണ്ട്. കാരണം എന്നെ അത്രയും ബെസ്റ്റായിട്ട് എൻ്റെ ആ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് ചേട്ടൻ ഒരുപാട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഞാൻ ഈ കരയുന്നത് ഇതിന് മുന്നേ ഒരു ടൈമിൽ എനിക്ക് ബാഗ് മേടിച്ചു തന്നായിരുന്നു. ആ ബാഗിൻ്റെ കാര്യം ഞാനൊന്ന് റിവൈൻഡ് അടിച്ചാണ്. ബാക്ക് ടു ഫുഡ് നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ പുറത്ത് പോകുമ്പോൾ ഫുഡിൻ്റെ കാര്യത്തിൽ നോക്കാറുള്ളത്. കാരണം ഇനി നമ്മൾ എന്തെങ്കിലും ഫംഗ്ഷനോ ഒക്കേഷനോ ഒക്കെ വരുമ്പോൾ നമുക്കിവിടെ വരാം, അല്ലെങ്കിൽ നമുക്കിതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിക്കും. ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ട് നമ്മൾ വീട്ടിൽ പോകുന്നു. വെൽക്കം ടു നെക്സ്റ്റ് വ്ലോഗല്ല, ബർത്ത്ഡേ വ്ലോഗാണ്. ഇതിപ്പം ബർത്ത്ഡേയുടെ തലേന്നാണ്, അതായത് 3rd ജൂലൈ. നാളെ എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു പുറത്തോട്ടൊന്ന് പോവാം, ഞാനൊന്ന് ഗെറ്റ് റെഡി ആയിട്ട് പോവാം. ഇത് ആക്ച്വലി ഒരു മാസം കൊണ്ടേ ഉള്ള ഒരു പ്രോഗ്രാം പോലായിരുന്നു. ലൈക്ക് എനിക്ക് ചേട്ടൻ്റെ വക എന്താ പറയുക, ഗിഫ്റ്റ്സ് ആണെന്നുണ്ടെങ്കിലും എല്ലാം ഒരു മാസം കൊണ്ട്. ഇപ്പോൾ ഡ്രസ്സ് മേടിക്കുക, അങ്ങനെ എല്ലാ കാര്യങ്ങളും എനിക്ക് സർപ്രൈസായിട്ട് സെറ്റ് ചെയ്തത് ചേട്ടനാണ്. ഇപ്പോൾ എന്താ പറയുക, ഞാൻ എങ്ങനെ എക്സ്പ്രസ് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഓരോ ടൈമിലും എനിക്ക് ഗിഫ്റ്റ് ചെയ്ത ഐറ്റംസ് എല്ലാം ഞാനിങ്ങനെ ചെറിയ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അതെനിക്ക് ഈ വീഡിയോയിലൂടെ ആ ഒരു എന്താ പറയുക, അതിൻ്റെ സ്നേഹം. അപ്പോൾ ഞാൻ വിചാരിച്ചു ബർത്ത്ഡേ വ്ളോഗിൻ്റെ കൂടെ അതുകൂടി ആഡ് ചെയ്യാം. ഡിന്നറിന് ശേഷം ഒന്ന് പുറത്തേക്ക് പോകാമെന്ന് വിചാരിച്ചിറങ്ങി. പുറത്തേക്ക് പോകുന്നതിന് കാരണമുണ്ട്. നമ്മൾ ചെറിയൊരു കേക്ക് കട്ട് ചെയ്തൊന്ന് സെലിബ്രേറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു. എല്ലാവരുടെയും ലൈഫിൽ എന്താ പറയുക, നമുക്ക് മറക്കാൻ പറ്റാത്ത ഒരു ബർത്ത്ഡേ കാണുമായിരിക്കുമല്ലേ. എൻ്റെ ഈ 3 വർഷങ്ങളിലും എൻ്റെ എല്ലാ ബർത്ത്ഡേയ്സും എനിക്ക് സ്പെഷ്യലാണ്. നിങ്ങൾക്കും അങ്ങനെയൊക്കെ തന്നെ ആണോ? അങ്ങനെ ഒരു സ്പെഷ്യൽ ഡേ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് റിവൈൻഡ് അടിച്ചു. ഞാൻ കുറച്ച് ഐറ്റംസ് ഉണ്ട്, ബാക്കിലോട്ടൊക്കെ വെക്കട്ടെ. ഹായ് ഗായ്സ്, റൂഹി നമ്മൾ ഒരുങ്ങി നിൽക്കുന്ന കണ്ട ഭയങ്കര ഹാപ്പിയാണ് പുറത്തു പോകാൻ. ബർത്ത്ഡേ വ്ളോഗ് ഞാൻ നല്ല ഡ്രസ്സൊക്കെ ഇട്ട് കണ്ടപ്പോഴത്തേനും എന്റെ പുറകിന് നടക്കാം ഒരാള്. ഒരു ബർത്ത്ഡേ ഗ്ലോ ഒക്കെ ഉണ്ടല്ലേ ഗൈസ്. ആദ്യം ഞാനൊരു വൈറ്റ് സ്റ്റോൺ വെച്ച പൊട്ടായിരുന്നു വെച്ചു. പിന്നെ എനിക്ക് തോന്നി ഈ പൊട്ട് കൊള്ളാന്ന്. ഈ പൊട്ട് എങ്ങനെയുണ്ട്? എനിക്ക് 30 വയസ്സ് പറയുന്നുണ്ടോ? നമ്മള് ചാർജിങ് ഇല്ല, ചാർജ് ചെയ്യാൻ വേറെ കാറുണ്ട്. അത് നമ്മൾ ചാർജിങ് കിട്ടി. ഹലോ ഗൈസ്, എനിക്ക് നമ്മൾ ഫെസ്റ്റിവൽ സിറ്റി മോളിൽ വന്നേക്കാണ്. ഇവിടെ കട്രീന കേക്ക്സ് ആൻഡ് കോഫി ഉണ്ട്. അവിടുന്ന് നമുക്ക് ചെറിയൊരു കേക്ക് മേടിച്ചൊന്ന് കട്ട് ചെയ്താലോ? ഓൾമോസ്റ്റ് നമ്മൾ നാട്ടിലെ 12 മണിക്കാണ് നമ്മൾ ഈ കുട്ടി കേക്ക് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം ഐശ്വര്യ എനിക്ക് സമയമൊക്കെ നോക്കിയിരുന്നിട്ട് എനിക്ക് അവൾ വിഷ് ചെയ്തു. ഭയങ്കര സന്തോഷമായി. കൃത്യം പണ്ട് തൊട്ടേ എനിക്ക് തോന്നും എൻ്റെ എല്ലാ ബർത്ത്ഡേക്കും അവളെനിക്ക് 12 മണിക്ക് എനിക്ക് വിഷ് ചെയ്യും.
ഇവിടെ തൊട്ടടുത്ത് തന്നെയായിരുന്നു ലുലു. അപ്പം ഞാൻ ചെറിയൊരു ഗ്രോസറി ലിസ്റ്റ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അത്യാവശ്യം മേടിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണേ. ഉണ്ടാവുമോ സർപ്രൈസ് ആയിട്ട് എൻ്റെ കയ്യിൽ തന്നെ കേക്ക് ഡെലിവറി ചെയ്യിപ്പിച്ച ഹസ്ബൻഡ് എന്നെ വിളിച്ചിട്ട് പറയുന്നു കേക്ക് വരും, ഒന്ന് റിസീവ് ചെയ്താൽ മതിയെന്ന്. കത്രീനയുടെ കേക്ക് നമ്മൾ ഇതിന് മുന്നേ ചേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നല്ലതായതുകൊണ്ടാണ് വീണ്ടും അവിടുന്ന് തന്നെ ഓർഡർ ചെയ്തത്. ആ ഹണി കേക്ക് ആയിരുന്നു ഓർഡർ ചെയ്തത്. സെറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ. ഇന്നാണ് ശരിക്കും ബർത്ത്ഡേ. ഇന്നലെ രാത്രി നമ്മൾ ചെറിയൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്തായിരുന്നു. ഇന്ന് നമ്മൾ നല്ല വലിയ കേക്കൊക്കെ മേടിച്ചിട്ടുണ്ട്. അയ്യോ, നമ്മൾ കട്ട് ചെയ്യാന്ന് വിചാരിച്ചു. കൊള്ളാമോ? Take some pictures also. Happy birthday, boo. Happy birthday, boo. Titi pa, happy birthday, Amma. Thank you. ഉമ്മ ഉണ്ടാക്കിയേക്കോടെ. ഹായ്, നമുക്ക് കേക്ക് കട്ട് ചെയ്തിട്ട് ചേട്ടൻ കൊടുക്കാം. ഹായ് ഗായ്സ്, നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്ത് പുറത്തോട്ട് പോകാമെന്ന് വിചാരിച്ചു. ചെറുതായിട്ട് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഫുഡ് കഴിക്കാമെന്ന് വെച്ചു. നീ കേക്ക് നല്ലപോലെ കഴിച്ചു, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേക്കിന്. അപ്പോൾ നമ്മൾ കേക്ക് കുറേ കൂടുതൽ കഴിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു ലൈറ്റ് ഫുഡ് കഴിക്കാം. ഉച്ചയ്ക്ക് നമുക്ക് സദ്യയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ വിചാരിച്ചു ലൈറ്റ് ഫുഡ് കഴിക്കാമെന്ന്. പക്ഷെ ഇവിടെ പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ടില്ല. ലെറ്റ്സ് ഗോ. സിറ്റി സെൻറ്റർ മർദിഫിലുള്ള ഗസിബോ എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ പോയി കഴിക്കാനാണ് ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. വണ്ടി എവിടെയാണെന്നുള്ളത് തന്നെ അറിയാമോ എന്ന് നോക്കാം ഗൈസ്. അമൗണ്ട് റെസ്റ്റോറൻറ്റ് എത്തിയപ്പോൾ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഫുഡ് കിട്ടി. ഇടദിവസമായിരുന്നു ബർത്ത്ഡേ. ഞാൻ എപ്പോഴും ആലോചിക്കും, നമ്മളെ കൺസിഡർ ചെയ്യുന്ന ഫാമിലി ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഒത്തിരി ഹാപ്പി ആയിരിക്കും. നമ്മളും തിരിച്ച് അങ്ങനെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ച് കളറാവില്ലേ. താങ്ക് യു സോ മച്ച് എവരി വൺ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.